കേരളം അല്ല, എല്ലാ സമൂഹങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത് എന്ത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, മദ്യം. നിയമപരമായി തന്നെ ആർക്ക് വേണമെങ്കിൽ മദ്യം വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഇത്ര വലിയൊരു സാമൂഹ്യ വിപത്താണെങ്കിൽ അതെങ്ങനെയാണ് ലീഗലാവുക? ഇതൊക്കെ ചോദ്യങ്ങളാണ്. സംഗതിയൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒന്ന് മാത്രം ആലോചിക്കൂ, മദ്യം എന്നത് നമുക്ക് എന്തെങ്കിലും നന്മ തരുന്നുണ്ടോ? അത് നമുക്ക് ദോഷമല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതുപോലെ ഇതൊരു സാമൂഹ്യ വിപത്താണ് എന്ന് ലളിതമായി മനസ്സിലാക്കാൻ. അതല്ലേ ഇതിൻ്റെ ലളിത യുക്തി എന്ന് പറയുന്നത്. എങ്ങനെയാണ് മദ്യം നമ്മുടെ യുവതലമുറകളെ നശിപ്പിക്കുന്നത്? എങ്ങനെയാണ് മദ്യം നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നത്, ഒരു വലിയ സാമൂഹ്യ വിരുദ്ധതയായി മാറുന്നത്? മദ്യം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പിന്നിലൊരു സയൻസുണ്ട്, വ്യക്തമായ ശാസ്ത്രമുണ്ട്. നമുക്കിന്ന് ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാം. നമസ്കാരം സുഹൃത്തുക്കളെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പിന്തുണ തുടരണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എന്തഭിപ്രായവും രേഖപ്പെടുത്തണം, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കഴിയുന്നതും മുഴുവൻ കാണാൻ ശ്രമിക്കണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തണം. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മഹാഭൂരിപക്ഷവും ആൽക്കഹോൾ അഥവാ എത്തനോൾ, ഈത്തൈൽ ആൽക്കഹോൾ ആണ് എന്ന് പൊതുവേ നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ആൽക്കഹോൾ? അത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും എല്ലാം അടങ്ങിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്. ഒട്ടുമിക്ക സസ്യങ്ങളിലും പഴങ്ങളിലും എല്ലാം ആൽക്കഹോളിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമായ ഒരു ഘടകമേ അല്ല. ആൽക്കഹോൾ മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ല. പല ധാതുക്കൾ പോലെ ഇരുമ്പ്, ചെമ്പ്, പൊട്ടാസ്യം, സോഡിയം ഇങ്ങനെയുള്ള ധാതുക്കൾ പോലെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമല്ല ആൽക്കഹോൾ. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആൽക്കഹോൾ പല രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ എത്തുന്ന ആൽക്കഹോൾ അത് ടോക്സിക്കാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് വിഷമാണ്, അപകടകരമായ സാധനമാണ്. അങ്ങനെ ശരീരത്തിൽ പല വിധത്തിൽ ഭക്ഷണത്തിലൂടെയൊക്കെ കടന്നു വരുന്ന ആൽക്കഹോൾ അടക്കമുള്ള പല ടോക്സിക്കായിട്ടുള്ള സാധനങ്ങളെ, അവയെ നിർവീര്യമാക്കുന്നത്, അവയെ പ്രോസസ്സ് ചെയ്ത് പുറത്ത് കളയുന്നത് ഒക്കെ കരൾ ആണ്, ലിവർ ആണ്. ലിവർ എന്നത് ശരീരത്തിലെ ഏറ്റവും അത്യധ്വാനം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇൻറ്റേർണൽ ഓർഗനാണത്. 24 മണിക്കൂറും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ പറഞ്ഞതുപോലെ പല വിധത്തിൽ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന, ബ്ലഡ് സ്ട്രീമിൽ കടന്നുകൂടുന്ന അല്ലെങ്കിൽ ദഹനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വിഷവസ്തുക്കളെ, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എല്ലാം വിഘടിപ്പിച്ച് നിർവീര്യമാക്കുന്ന ആ ഒരു വലിയ ജോലിയാണ് കരൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരൾ നിശ്ചലമായാൽ, കരളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ജീവൻ തന്നെ പ്രശ്നമാവുന്ന കാര്യമാണ്. ഈ കരൾ എത്ര ക്ഷീണിച്ചാലും അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയുക പോലുമില്ല കരൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു ശകലം ഇത്തിരിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ ജോലിയും ചെയ്യും. ഒടുവിൽ ഒരു രക്ഷയുമില്ലാതാകുമ്പോൾ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ. അതാണ് ലിവർ സിറോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ. അപ്പോൾ കരളിന് കൈകാര്യം ചെയ്യാവുന്നതിലധികം വിഷവസ്തുക്കൾ, ഈ പറഞ്ഞുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ ശരീരത്തിൻ്റെ അകത്ത് കയറിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വെറുതെ ആലോചിച്ചാൽ മനസ്സിലാകും. അപ്പോൾ പറഞ്ഞല്ലോ, പല രൂപത്തിൽ ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ മയക്കം അനുഭവപ്പെടാറില്ലേ? മധുരമുള്ള വസ്തുക്കൾ കഴിച്ചാൽ നമുക്കൊരു മയക്കം, ഒരു സുഖം തോന്നാറില്ലേ? അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വാഹനം ഓടിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ മയക്കം നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ മയക്കം നമുക്ക് അനുഭവപ്പെടുന്നത്? നമ്മൾ ചോറ് കഴിക്കുമ്പോൾ, എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ദഹനത്തിൻ്റെ ഭാഗമായി ആമാശയത്തിലെത്തി അവ വിഘടിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ വേർപെടും. ആ ആൽക്കഹോളാണ് നമുക്ക് ഈ മയക്കം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉറക്കം വരും. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ഉറക്കം, ഒരു മയക്കം ഫീൽ ചെയ്യും. അതായത് ഈ ആൽക്കഹോളാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി വരുന്ന ആൽക്കഹോൾ അത് വലിയ അളവിലൊന്നുമല്ല. അത് ആൽക്കഹോളിൻ്റെ സ്വതന്ത്രാവസ്ഥയിലല്ല, ശരീരത്തിലെത്തിയതിന് ശേഷമാണ് അത് ആൽക്കഹോളായി മാറുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കരളിന് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കരളിൻ്റെ ജോലി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പുറത്തു നിന്ന്
ആൽക്കഹോളിനെ വേർതിരിച്ചെടുത്ത് ഫെർമെൻറ്റ് ചെയ്ത് ഡിസ്റ്റിൽ ചെയ്ത് പ്യുവർ ആൽക്കഹോൾ ഈ ഈഥൈൽ ആൽക്കഹോൾ ആക്കി അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഈ കരളിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മാറുകയാണ്. എന്താ വെച്ചാൽ അത് ഡയറക്റ്റ് ആൽക്കഹോളായി നമ്മുടെ ആമാശയത്തിലേക്ക് ചെല്ലുകയാണ്. ആമാശയത്തിൽ കൂടെ ചെന്ന് അത് ചെറുകുടലിലൂടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറുകയാണ്. ആ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് ഒരു വലിയൊരു ഭാഗം ആൽക്കഹോൾ കരളിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വലിയ അളവിലാണ് അവിടെ ആൽക്കഹോൾ വരുന്നത്. അപ്പോൾ കരൾ ചെയ്യേണ്ട മറ്റുള്ള പ്രവർത്തികളുണ്ട്. ആ പ്രവർത്തികൾ മുഴുവൻ മാറ്റിവെച്ചിട്ട് ഈ ആൽക്കഹോളിനെ വിഘടിപ്പിക്കാനുള്ള ശ്രമം അത് തുടങ്ങും. ആ ജോലി അങ്ങോട്ട് തുടങ്ങും. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ആൽക്കഹോളിനെ വിഘടിപ്പിക്കുന്നത്. ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉപയോഗിച്ചുകൊണ്ട് ഈ ആൽക്കഹോളിനെ അസെറ്റാൽഡിഹൈഡ് ആക്കി മാറ്റും. ഈ അസെറ്റാൽഡിഹൈഡാണ് ഏറ്റവും വലിയ വിഷവസ്തു എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഈ അസെറ്റാൽഡിഹൈഡ് ഹൈഡ്രജനേസ് എന്ന് പറഞ്ഞ മറ്റൊരു എൻസൈം ഉപയോഗിച്ചുകൊണ്ട് അവസാനം അസറ്റിക് ആസിഡ് എന്ന നിരുപദ്രവകരമായ ഒരു പദാർത്ഥമാക്കി മാറ്റും. ഇത്രയുമാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 2 പ്രോസസ്സിലൂടെയാണ് ശരീരത്തിൽ കിടക്കുന്ന ആൽക്കഹോളിനെ ഈ കരൾ നിർവീര്യമാക്കുന്നത്. ഈ 2 പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് എന്തെങ്കിലും സ്ലോ ഡൗണോ അല്ലെങ്കിൽ എൻസൈമിൻ്റെ റിയാക്ഷൻ്റെ കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മദ്യപന്മാർ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രോസസ്സ് ഉണ്ടല്ലോ, ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്ന എൻസൈം ശരിക്ക് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യപൻ ഈ കഴിക്കുന്ന വളരെ ചെറിയ ഒരളവിൽ കഴിച്ചാൽ പോലും ആൾ പെട്ടെന്ന് കിക്കാവും, ഫ്യൂസാവും. അപ്പോൾ ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വളരെ ചെറിയ അളവ് മതി, ഒന്ന് മണപ്പിച്ചാൽ മതി, ആൾ താഴെ പോകും. എന്നാൽ ചിലരെ കണ്ടിട്ടില്ലേ, എത്ര കഴിച്ചാലും ആൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിൻ്റെ കാരണം ഈ ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എന്ന് പറഞ്ഞ ആ എൻസൈമിൻ്റെ പ്രവർത്തനത്തിൻ്റെ തകരാറ് കൊണ്ടാണ്, അതിൻ്റെ കുറവ് കൊണ്ടാണ്. ഇനിയും ഈ അസെറ്റാൽഡിഹൈഡിനെ അസറ്റിക് ആസിഡാക്കി മാറ്റുന്നൊരു പ്രക്രിയയുണ്ടല്ലോ. എന്താണ്? അസെറ്റാൽഡിഹൈഡ് ഹൈഡ്രജനേസ് എന്ന് പറയുന്ന എൻസൈം. ആ എൻസൈം ശരിക്ക് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രക്രിയ പൂർണ്ണമാകാത്തത് കൊണ്ട് ഇവർക്ക് പുളിച്ചത് കെട്ടലുണ്ടാകും, ഛർദിലുണ്ടാകും. അവർ നല്ല വാൾപ്പയറ്റ് വീരന്മാരായിരിക്കും. മദ്യപിച്ച് കഴിഞ്ഞാൽ ഉടനെ അവർ അവരുടെ ആ ജോലി അങ്ങോട്ട് തുടങ്ങും, ഛർദിച്ച് കുളവാക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ 2 എൻസൈമുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നവരിലാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർ നന്നായിട്ട് കള്ളു കുടിക്കും, അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവർ വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ല, അവർ ഛർദ്ദിച്ച് ഉളവാക്കില്ല, അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ആയിരിക്കും. എന്ത് തന്നെയായാലും ഇത് കരളിൻ്റെ ജോലി വളരെയധികം കൂട്ടുകയാണ്. കരൾ ചെയ്യേണ്ട മറ്റു പല ജോലികളുമുണ്ട്. അതായത് കൊഴുപ്പിനെ അലിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് കരൾ ഈ പണി ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി കരൾ വിഘടിപ്പിച്ച് മാറ്റേണ്ട കൊഴുപ്പ് ഒക്കെ വിഘടിച്ചു പോകാതെ കരളിൽ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ അടിയും. അതിൻ്റെ പേരാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഫാറ്റി ലിവർ കൂടി കരളിൻ്റെ പ്രവർത്തനം കുറഞ്ഞ്, കരളിൻ്റെ ശേഷി കുറഞ്ഞ് അവസാനം കരളിൻ്റെ കോശങ്ങൾ നശിച്ച് കരൾ ഇല്ലാതായി അവിടെ എന്തോ ഒരു സാധനം, അരിപ്പ പോലൊരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അവസ്ഥയാണ് ഒരിക്കലും ചികിത്സയില്ലാത്ത ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ചുറ്റും പലരിലും നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഒറ്റ ചികിത്സ എവിടെയുള്ളൂ, കരൾ മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ വേറെ ചികിത്സ അതിനില്ല. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻ വയറ്റിൽ സംഭവിക്കുന്ന കാര്യം. അപ്പം ഈ കള്ള് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ഉത്സാഹമാണ്, ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്, ചിലർ കരയും, ചിലർ ചിരിക്കും, ചിലർ കണ്ടമാനം വർത്തമാനം പറയും, ചിലർ പാമ്പായി ഇങ്ങനെ നടക്കും. അതൊക്കെ ഇതിൻ്റെ അകത്തെ പ്രയോഗങ്ങളാണ്. പാമ്പാവുക, നാക്ക് കുഴഞ്ഞു പോവുക. ഈ കലാപരിപാടികളൊക്കെ നമ്മൾ ധാരാളം, പ്രത്യേകിച്ച് മലയാളികൾ ധാരാളം കാണുന്നതാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പറഞ്ഞല്ലോ, കരളിലേക്ക് പോകുന്ന മദ്യത്തിന് കൂടാതെ ഈ മദ്യത്തിൻ്റെ, ഈ ആൽക്കഹോളിൻ്റെ ഒരു ഭാഗം നമ്മുടെ ബ്രെയിനിലെത്തും. ഈ ബ്രെയിനിലാണ് നമ്മുടെ ശരീരചലനങ്ങൾ, നമ്മുടെ ചിന്ത, നമ്മുടെ സന്തോഷം, നമ്മുടെ മൂഡ്, നമ്മുടെ സങ്കടം എല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിനിൽ നിന്നാണ്. ആ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പല വിധത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ്, ചില സബ്സ്റ്റൻസസ് ആണ് ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ന്യൂറോൺസിൽ നിന്നാണ്. ആ ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഈ ശരീരചലനങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അവിടെ
പല വിധത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ എന്ന് പറയും. മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോണിൻ എന്ന് പറയും. മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗാബ എന്ന് പറയും. ഇങ്ങനെ പല ഇതിനൊക്കെ ഓരോ ഫുൾ ഫോം ഉണ്ട്, അതൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ശരീരം ഈ പറഞ്ഞ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ചില സാധനങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കൂ. ബാക്കിയുള്ള മെഡിക്കൽ ടൈംസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബ്രെയിനിൽ എത്തുന്ന ആൽക്കഹോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയാണ് കയറി പിടിക്കുക. അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതാണ് നമ്മുടെ സന്തോഷത്തിനെയും നമ്മുടെ ഇങ്ങനെയുള്ള വികാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഡോപ്പമിൻ ആണ്. ഈ ഡോപ്പമിൻ്റെ അളവ് അത് പെട്ടെന്ന് കൂട്ടും. ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നൊരു റിലാക്സ് ഫീലിംഗ് വരും, ഒരു സന്തോഷം വരും. പെട്ടെന്ന് ഇപ്പം വലിയ ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ആ ടെൻഷനൊക്കെ ഇല്ലാതായി ഞാനൊരു വലിയ സംഭവമാണെന്നൊക്കെ ഇങ്ങോട്ട് തോന്നും. ഈ ഫീലിംഗ് കൊടുക്കുന്നത് ഈ ഡോപ്പമിനാണ്. അതുപോലെ സെറോട്ടോണിൻ, ഗാബ അതുപോലെയുള്ള വേറെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ ശരീര ചലനങ്ങളെ നിയന്ത്രിക്കുന്നവരെയാണ്. അവയെ കൂടി അഫക്റ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഇതൊന്ന് സപ്രസ് ചെയ്യും, ഒന്ന് തളർത്തും. ആ സമയത്താണ് ഇവർക്കൊരു റിലാക്സ് ഫീലിംഗ് തോന്നുന്നത്, നാക്കു കുഴഞ്ഞു പോകുന്നത്, നമ്മുടെ ചലനങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാകുന്നത്, നമുക്ക് കാര്യങ്ങളെ കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റാതാവുന്നത്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതാക്കുന്നത്, ഉറക്കം വരുന്നത്. ഇതെല്ലാം ഈ പല വിധത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ ആൽക്കഹോൾ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതൊക്കെ നല്ലതല്ലേ എന്ന് തോന്നാം. ഒന്ന് റിലാക്സ് മൂഡിലേക്ക് പോകുന്നത് നല്ലതല്ലേ? നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആ ടെൻഷനൊക്കെ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ലേ? പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായി ഒരളവിൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ശരീരം നിശ്ചയിച്ചിരിക്കുന്ന, സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നോർമൽ ലെവലുണ്ട്. ആ നോർമൽ ലെവൽ കൂടും, അത് കൂടി നിൽക്കും. അങ്ങനെ കൂടി ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതായിരിക്കും നോർമൽ. അപ്പോൾ മദ്യം കഴിച്ചൊരു ഫീലിംഗ് കിട്ടണമെങ്കിൽ ആ നോർമലിന് മുകളിൽ പോകണം. ആ നോർമലിന് മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പെഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ പിന്നെ 2 പെഗ് കഴിക്കേണ്ടി വരും. അത് വീണ്ടും കൂടും, നോർമൽ അവസ്ഥ ന്യൂ നോർമലിലേക്ക് എത്തും. ആ നോർമലിന് മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കഴിക്കണം. അങ്ങനെ കഴിച്ച് കൂട്ടി ഇവർക്ക് ഇത് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും. അതാണ് മദ്യത്തിന് അടിമയാകുന്ന അവസ്ഥ, അഡിക്ഷനാകുന്ന അവസ്ഥ. ഇത് ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് തകർന്നുകൊണ്ടിരിക്കും, കരൾ തകർന്നുകൊണ്ടിരിക്കും, പാൻക്രിയാസ് തകർന്നുകൊണ്ടിരിക്കും. പാൻക്രിയാസ് തകരുമ്പോൾ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ ആകെപ്പാടെ നമ്മുടെ ശരീരം താറുമാറാകും. അനിയന്ത്രിതമായ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കാരണം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും നമ്മുടെ കാഴ്ചപ്പാടുകളിലും എല്ലാം പ്രശ്നങ്ങൾ വരും. അങ്ങനെ ശാരീരികമായും മാനസികമായും തകർന്ന് ഈ മനുഷ്യൻ ഒരു സാമൂഹ്യ ദുരന്തമായി മാറും. ഇതാണ് മദ്യം നമ്മുടെ ശരീരത്തോടും നമ്മുടെ ജീവിതത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 2 തരത്തിലുള്ള അവസ്ഥകളുണ്ട്. ഒന്ന് അഡിക്ഷൻ, മറ്റൊന്ന് പാഷൻ എന്ന് പറയുന്നത് ഈ ഡോപ്പമിൻ്റെ അളവ് മുകളിൽ നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ്. പക്ഷേ അതുണ്ടാക്കുന്നത് പോസിറ്റീവ് എഫക്റ്റാണ്. ഫോട്ടോഗ്രാഫി പാഷനായിട്ടുള്ളവർ, വായന പാഷനായിട്ടുള്ളവർ, ജോലി ചെയ്യുന്നത് പാഷനായിട്ടുള്ളവർ, ഡ്രൈവിംഗ് പാഷനായിട്ടുള്ളവർ, യാത്ര പാഷനായിട്ടുള്ളവർ, ആ പാഷൻ അവരിൽ എത്തുന്ന, ആ പാഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഇവരുടെ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും താല്പര്യത്തിലൂടെയും ഒക്കെയാണ്. ആ രീതിയിൽ ഡോപ്പമിൻ്റെ അളവ് കൂട്ടിയാൽ അത് നമുക്ക് തരുന്നത് നല്ല റിസൾട്ടായിരിക്കും. ആ രീതിയിൽ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ നാം ചില ശീലങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. അത് പെട്ടെന്ന് കൂടുന്നതല്ല. എക്സർസൈസ്, നല്ല ഭക്ഷണം, പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണം, നല്ല വർത്തമാനങ്ങൾ, നല്ല വായന, നല്ല ഉറക്കം, ഇതെല്ലാമാണ് മനുഷ്യനിൽ നല്ല ശീലങ്ങൾക്ക് വേണ്ടിയുള്ള പാഷൻ ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. ഇത് മനുഷ്യനെ അടിമയാക്കുകയല്ല ചെയ്യുന്നത്, മനുഷ്യനെ പാഷനേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അഡിക്ഷനല്ല, അത് പാഷനാണ്. എന്നാൽ ഈ രീതിയിൽ പ്രകൃതി പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ, നമുക്ക് യോജിക്കാത്ത രീതിയിൽ കൃത്രിമമായി ഈ ഡോപ്പമിൻ്റെ അളവ് ഈ ആൽക്കഹോൾ അങ്ങനെ തന്നെ കഴിച്ചു കൂട്ടുമ്പോൾ അതാണ് നമ്മിൽ അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത്. ആ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനുമില്ല, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനോട് മാത്രമുള്ള അന്ധമായ അടിമത്വം. നോക്കൂ, അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം അത് പെട്ടെന്നൊരു ദിവസം നിർത്തിയാൽ ആൾക്കാർ വിത്ഡ്രോവൽ സിൻഡ്രോം കാണിക്കും. അവർ അക്രമകാരികളാകും. അവർ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ
പാഷൻ ഒരിക്കലും വിഡ്രോവൽ സിൻഡ്രോം കാണിക്കില്ല. അത് ചിലപ്പോൾ ക്രമേണ ഇല്ലാതായി പോയെന്ന് വരും. അവൻ പുതിയൊരു പാഷനിലേക്ക് പോയെന്ന് വരും. അതായത് ഇത് രണ്ടും, പാഷനും അഡിക്ഷനും, ഇത് രണ്ടും ഡോപ്പമിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ആ ലെവലിലേക്ക് ഈ ഡോപ്പമിൻ ചെല്ലുന്നത് രണ്ട് രീതിയിലാണ് എന്ന് മനസ്സിലായല്ലോ. നോക്കൂ, പലരും പറയുന്നുണ്ടാകാം, ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നുന്നുണ്ടാകും, മദ്യമാണോ ഏറ്റവും വലിയ വിപത്ത്? ഈ നാട്ടിൽ എത്രയോ ക്രൂരകൃത്യങ്ങൾ നടക്കുന്നു, വർഗീയതയുണ്ട്, അഴിമതിയുണ്ട്, ഇതൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് മദ്യത്തിനെ മാത്രം കുറ്റം പറയുന്നത് എന്ന്. അത് വെറുമൊരു എക്സ്ക്യൂസ് മാത്രമാണ്. അതുപോലെ മറ്റൊരു ഭാഗമുണ്ട്, കുറച്ചൊക്കെ മദ്യപിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല, അത് അമിതമാകാതിരുന്നാൽ മതി. സുഹൃത്തുക്കളെ, ഈ അമിത മദ്യപാനികൾ എന്ന് പറയുന്ന നമുക്കുണ്ട്. കൺട്രോൾ ചെയ്ത് മദ്യപിക്കുന്നവരുണ്ട്, അമിതമായി മദ്യപിച്ച് ജീവിതം കളയുന്നവരെയൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ഈ അമിത മദ്യപാനികളും ഒരു സമയത്ത് കൺട്രോൾഡ് മദ്യപാനികൾ തന്നെയായിരുന്നു. ഇവർ തുടങ്ങിയതും ജസ്റ്റ് ഒരു താല്പര്യത്തിൽ നിന്നാണ്. ആദ്യത്തെ ഒരു കവിൾ ബിയറിൽ നിന്നാണ് ഇതിനോടുള്ള ഇൻഹിബിഷൻ മാറി അവർ കുറേശ്ശെ അതിൻ്റെ അളവ് കൂട്ടി അവർ ഒരു സമ്പൂർണ്ണ മദ്യപാനിയായത്. എല്ലാ അത് കൺട്രോൾഡ് മദ്യപാനി ആയിക്കോട്ടെ, സമ്പൂർണ്ണ മദ്യപാനി ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം തുടക്കം ആദ്യത്തെ ഒരു കവിൾ ബിയറിൽ നിന്നാണ്. വിഖ്യാതമായ ചില മെഡിക്കൽ പുസ്തകങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും അധികം അനിയന്ത്രിതമായ രീതിയിൽ മദ്യം കഴിക്കുന്ന ആ വിഭാഗം കേരളീയരാണ്, മലയാളിയാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, മലയാളി നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് മദ്യം എന്ന് പറയുന്നത്. ഇത്തിരി ക്രൂരമായി തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു മദ്യപൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിപത്താണ്. അയാൾ സാമൂഹ്യ വിരുദ്ധനാണ്. അത് ചെറുതായിക്കൊള്ളട്ടെ, വലുതായിക്കൊള്ളട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ മദ്യം കഴിക്കുന്ന, മദ്യം അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അയാൾ മദ്യപിക്കാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നെഞ്ചിൽ കൈവച്ച് പറയൂ, നിങ്ങൾക്കൊരു സന്തോഷം തോന്നില്ലേ? രണ്ട് ചെറുപ്പക്കാർ കല്യാണം ആലോചിച്ച് വരുമ്പോൾ അതിലൊരാൾ മദ്യപിക്കുകയും ഒരാൾ മദ്യപിക്കാത്തവനുമാണെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങോട്ടായിരിക്കും പോവുക നിങ്ങളുടെ മകളുടെ ജീവിതത്തിന് വേണ്ടി? അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു സ്നേഹവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോടും കാണിക്കണ്ടേ? അതുകൊണ്ട് പറയുന്നു, മദ്യം വിപത്താണ്, തുടരുത്. അതുപയോഗിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. ഉപയോഗിക്കുന്നവർ എത്രയും പെട്ടെന്ന് അത് പൂർണ്ണമായി അവസാനിപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തോടും ഈ സമൂഹത്തോടും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.